നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. എൻ്റെ നാമത്തിൽ യാചിച്ചിടി നിങ്ങൾക്കുത്തരമരുളും ഞാൻ. അറിഞ്ഞിടാത്തതാം അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടും ഞാൻ. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ലോ. നന്ദിയപ്പാ, നന്ദി നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കരുതലിനായി നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അനർത്ഥം വ്യസനകരമായി തീരാതോണം ഉള്ളം കരത്തിൽ ഞങ്ങളെ വഹിച്ചു നടത്തുന്ന ഞങ്ങളുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ ഇരിക്കുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം സ്തോത്രപ്പാ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ടപ്പാ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളും ഉണ്ട് കർത്താവേ. എല്ലാവരെയും അവിടുത്തെ തിരുപ്പാദപീഠത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ മാറണം. എല്ലാവിധ സൗഖ്യവും സമാധാനവും ഞങ്ങൾക്ക് തരണം. എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് ദിനംതോറും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥനയെ ഹല്ലേലൂയ ശ്രവിക്കുന്ന ഓരോ മക്കളുടെയും ആവശ്യങ്ങളുണ്ട് കർത്താവെ, ആഗ്രഹങ്ങളുണ്ട് കർത്താവെ. തിരുമുൻപാകെ സമർപ്പിക്കുന്നപ്പോൾ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങല്ലാതെ ഞങ്ങളെ സഹായിപ്പാൻ മറ്റാരുമില്ല കർത്താവെ. അപ്പ പലവിധ പ്രയാസ പ്രതികൂലത്തിനും നടുവിലും രോഗാവസ്ഥകളിലുമൊക്കെ കഴിഞ്ഞു കൂടുന്ന ജീവിതങ്ങളുണ്ട്. കരുണ തോന്നണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങൾക്ക് ദാനമായി തന്ന ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. പടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിച്ച് കൃപയിൽ അങ്ങ് പൊതിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രു കാണരുതേ, ദുഷ്ടപിശാച് തുടരുതേ. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. ജയത്തോടെ അവരെ നടത്തണമേ കർത്താവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്ന എല്ലാ റിസൾട്ടിനായി നന്ദി പറയുന്നു. തുടർന്നും റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ കരുതണമേ. നല്ല അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് നല്ല അഡ്മിഷൻ ഒരുക്കി സഹായിക്കണേ. അവർ ആഗ്രഹിക്കുന്നത് കർത്താവ് അവർക്ക് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവെ, ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് പഠനത്തിനും ജോലിക്കുമായി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും ഓർക്കുന്നു. കർത്താവെ, കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ. യാതൊരുവിധ പ്രയാസമോ പ്രതികൂലമോ അവർക്കുണ്ടാകാൻ അനുവദിക്കല്ലേ. കണ്ണിൻ്റെ കൃഷ്ണപടി പോലെ സൂക്ഷിക്കണം. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണം. ദൈവമായ കർത്താവെ, അനുഗ്രഹിച്ചു കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്ത് കർത്താവിൻ്റെ കരുണയും കാവലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണമപ്പാ. ദൈവമായ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ദാനം തന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി തന്നെ ബാലപീഠയിൽ നിന്നെല്ലാം വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ദൈവമേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പോൾ അവർക്ക് വേണ്ടി ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണമേ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞൊക്കെ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ അപ്പൻ്റെ വഴിവാതിൽ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗം തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. എൻ്റെ ദൈവമായ കർത്താവ്, വിവാഹത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹിക്കട്ടെ നിലവാരത്തിൽ അവരുടെ വിവാഹം നടക്കണം. സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ സഹായിച്ചാട്ട് കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. മാസന്തികോളം കൂടിയിരിക്കണം. സുഖപ്രസവം നൽകി അവരെ അനുഗ്രഹിക്കണം. ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിക്കണം.
കർത്താവെ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബജീവിതമുണ്ടപ്പോൾ അവരോട് മനസ്സലിയണമേ, അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ സ്വർഗം അത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം സ്തോത്രം കർത്താവെ. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ, കാത്തുസൂക്ഷിച്ച് പരിപാലിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാം നന്മ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ, സമാധാനത്തിൽ ഞങ്ങളെ നടത്തണമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലും ശ്രമിക്കുന്നവരുണ്ടപ്പാ. ICUലും CCUലും കഴിയുന്നവരുണ്ടപ്പാ. ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട് കർത്താവേ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. വെൻറ്റിലേറ്ററിലായിരിക്കുന്ന ജീവിതമുണ്ട് കർത്താവേ. എൻ്റെ ദൈവമേ, കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. കൈകാലുക്ക് ചലനമില്ലാത്തവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. കാഴ്ചയും കേൾവിയുമില്ലാത്തവരുണ്ട് കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, മഞ്ഞപ്പിത്തത്തിൻ്റെ അസ്വസ്ഥതയിൽ കഴിയുന്നവർ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ കർത്താവേ, അനുഗ്രഹിക്കണേ, സഹായിക്കണേ, സൗഖ്യപ്പെടുത്തണേ അപ്പാ. പൊന്നുകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കും. തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പാ. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരുണ്ടപ്പാ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. എല്ലാറ്റിനും മരുന്നും വൈദ്യനും എൻ്റെ അപ്പന. അവിടുത്തെ പാതപിടം ചാർന്ന് വരുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. അങ്ങയുടെ മുഖം നോക്കുന്നവരാരും ലജ്ജിച്ചുവാൻ സമ്മതിക്കത്തില്ലപ്പാ. നീ സൗഖ്യത്തോടെ അയക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വലിയ വിടുതലും സൗഖ്യവും കണ്ട് സന്തോഷിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്വർഗം സഹായിച്ചാട്ടപ്പാ. സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് അവരെ ആശ്വസിപ്പിക്കുമാറാകണം. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഇടയാക്കുമാറാകണം. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി 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 കർത്താവ്. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയപ്പൻ്റെ പാദപീഠത്തിലേൽപ്പിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകി അനുഗ്രഹിക്കണേ അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. എൻ്റെ ദൈവമേ, മേൽപ്പട്ടക്കാർ ദേവാലയങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവൊക്കെ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ ഒരുക്കത്തോടെ ഈ നാളുകളിലായിരിക്കാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.